അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങ് എത്തി അല്ലെ. അപ്പൊ എല്ലാവർക്കും അതിന്റെ ടെൻഷൻ ഉണ്ടാവും. ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലെ, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഡിഫിക്കൽട്ട് ആവും, പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. 5 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് മിസ് വേഗം തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അതിനാദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ചോദ്യം, ഒരു നമ്പർ തരും. ഈ നമ്പർ തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ നമ്പറിനെ 2, 4, 5, 10, 100 ഈ നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ, ഹരിക്കാൻ പറ്റില്ല എങ്കിൽ വാട്ട് ഈസ് ദ റിമൈൻഡർ, അതായത് മിച്ചം എത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. റെഡി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്പർ എടുത്ത് എഴുതുക അല്ലെ. 2, 3, 4, 4 എന്ന് എഴുതുക. ഹരിക്കണം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ അക്കം മാത്രം നോക്കുക. അവസാനത്തെ അക്കം എത്രയാണ് ഇവിടെ? 4 ആണ് അല്ലെ. അവസാനത്തെ അക്കം എത്രയാണ്? 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ, ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഹരിക്കാൻ പറ്റും. അവസാനത്തെ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് 2, 4, 6, 8, 0 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹരിക്കാൻ പറ്റും എന്ന് പറയാം. അടുത്തത് ആരാണ്? 2344 ഹരിക്കണം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 2 അക്കങ്ങൾ എടുക്കുക. അവസാനത്തെ 2 അക്കങ്ങൾ ഏതൊക്കെയാണ്? 44 ഹരിക്കണം 4 ചെയ്യുക. 1 4 4 0 1 4 4 അല്ലെ. റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ഹരിക്കാൻ പറ്റും. റിമൈൻഡർ 0 ആണ്. അപ്പൊ 4 കൊണ്ട് ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 2 അക്കങ്ങൾ എടുത്ത് ഹരിച്ചു നോക്കിയാൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്? 2344 ഹരിക്കണം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ ഒരു അക്കം മാത്രം നോക്കുക. അവസാനത്തെ അക്കം ഏതാ? 4 ആണെങ്കിൽ നമുക്ക് ഹരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവസാനത്തെ അക്കം ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 5 വരണം. ഇവിടെ 0 അല്ല 5 അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഹരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്ത് വരും, അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തെ അക്കം 4 എടുക്കുക. 4 5-നേക്കാളും ചെറുതായതുകൊണ്ട് റിമൈൻഡർ അത് തന്നെ ആയിരിക്കും. ഇനി 5-നേക്കാളും വലുതാണെങ്കിലോ, ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 5 മൈനസ് ചെയ്യണം. ആ നമ്പറിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും റിമൈൻഡർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 2344 ഹരിക്കണം 10. അപ്പൊ ഇങ്ങനെയാ നമ്മൾ ചെയ്യുക. അവസാനത്തെ ഒരക്കം നോക്കുക, അത് 0 വരണം. ഇവിടെ 0 ആണോ? അല്ല. അപ്പൊ ഹരിക്കാൻ പറ്റില്ല. റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. റിമൈൻഡർ എത്രയാണ്? 4 എന്ന് വരും. ഇനിയോ ലാസ്റ്റത്തെ 2344 ഹരിക്കണം 100. അപ്പൊ എന്ത് ചെയ്യണം, അവസാനത്തെ 2 അക്കം എടുക്കണം. 2 അക്കം എന്ത് വരണം? 0 0 എന്ന് വരണം. പക്ഷെ ഇവിടെ 0 0 ആണോ? അല്ല. അപ്പൊ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കം 44. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിലുള്ള ചോദ്യങ്ങൾ വരിക. അപ്പൊ ഈ ഒരു പാഠത്തിൽ നിന്ന് ഈ ഒരു ചോദ്യം നമുക്ക് എക്സാമിന് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. മക്കൾ എന്തായാലും ഇതേപോലത്തെ ഒരുപാട് നമ്പറുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള വീഡിയോസും ഒരുപാട് കണ്ടന്റുകളായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.